മലബാറിലെ കാളപൂട്ട് കണ്ടങ്ങളിൽ താരമാവുകയാണ് 12 വയസ്സ് മാത്രമുള്ള ഷബീർ അലി. കരുത്തും പരിചയവും കൈമുതലാക്കിയവർ മാത്രം കൈവയ്ക്കുന്ന ഈ രംഗത്ത് ഷബീർ അലിയുടെ പ്രകടനം കാളപൂട്ട് പ്രേമികൾക്ക് ആവേശവും ഒപ്പം അത്ഭുതവുമാവുകയാണ്. ഇതാണ് ഷബീർ അലി, വയസ്സ് 12. മലബാറിലെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഊർജ്ജക്കളങ്ങളിലും കാളപൂട്ട് മത്സര സ്ഥലങ്ങളിലുമെല്ലാം ഈ കൊച്ചു പയ്യനെ കാണാം. പാടവരമ്പത്തെ കാഴ്ചക്കാരനായല്ല, ഒന്നാം തരം കാളപൂട്ടുകാരനായിട്ട്. മത്സരത്തിനായി കരുത്തോടെ വളർത്തുന്ന കാളക്കൂറ്റന്മാരെ കുതിച്ചോടിപ്പിക്കുന്ന തെളിക്കാരനായി അവയേക്കാൾ കരുത്തോടെ ഷബീർ അലി കരുത്തു കാണിക്കുമ്പോൾ കാളക്കമ്പം മൂത്ത ആവേശക്കാർ പോലും തലയ്ക്ക് കൈവച്ചു പോവുകയാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത ക്ലാരിയിലെ മുഹമ്മദ് ഇക്ബാലിന്റെയും ഫാത്തിമയുടെയും 3 മക്കളിൽ ഇളയവനാണ് കാളപൂട്ടിലെ ഈ യുവതാരം. ക്ലാരിയിലെ പാലച്ചിറമാട് UP സ്കൂളിലെ 7ാം ക്ലാസ്സിലാണ് ഷബീർ അലി പഠിക്കുന്നത്. പഠനത്തിനിടയിലാണ് കാളപൂട്ട് പാടങ്ങളിൽ ഷബീർ അലി എത്തുന്നത്. ചെറുവാടി പഠിക്കാൻ പാടത്താണ് ഷബീർ അലിയെ ഞങ്ങൾ കണ്ടത്. പാടത്തെ ചെളിയിൽ ഒരു കുഞ്ഞു തോർത്തുപൊടുത്ത് കന്നിനെ തെളിക്കാനുള്ള കോലിന്റെ നീളം പോലുമില്ലാത്ത പയ്യനെ ആദ്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. മത്സരത്തിനായി ഒരുക്കിയ ഒരു ജോഡി പോത്തുകളെയുമായി ഷബീർ അലി കുതിച്ചോടുന്നത് കണ്ടപ്പോൾ എല്ലാ കളിക്കളങ്ങളെയും പോലെ ഷബീർ അലി ചെറുവാടിക്കാരുടെയും താരമായി. പിന്നെ ഈ കൊച്ചുപയ്യന്റെ പ്രകടനത്തിനായി ആളുകൾ ആർപ്പുവിളികൾ തുടങ്ങി. പാരമ്പര്യമായി കിട്ടിയതാണ് ഷബീർ അലിക്ക് ഈ കാളക്കമ്പം. നല്ല കൃഷിക്കാരായ പിതാവിന്റെ കുടുംബത്തിൽ നിന്നും പകർന്നു കിട്ടിയ ആവേശം തലമുറകൾ കഴിഞ്ഞിട്ടും ചോരാതെ നിലനിൽക്കുന്നു. ഷബീർ അലിയുടെ ഉപ്പയ്ക്കും 2 ചേട്ടന്മാർക്കുമൊപ്പമാണ് മത്സരത്തിന് പോവാറുള്ളത്. ചെറുവാടിയിലും ഉപ്പയ്ക്കും ചേട്ടന്മാർക്കുമൊപ്പമാണ് ഷബീർ അലി എത്തിയത്. കാളപൂട്ട് കണ്ടത്തിൽ ഷബീർ അലിയുടെ പേര് മാണിപ്പ എന്നാണ്. ചേട്ടൻ ബാപ്പു എന്ന് വിളിക്കുന്ന സാദിഖ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്ത ചേട്ടൻ നിസാമുദ്ദീൻ +2 കഴിഞ്ഞ് മൊബൈൽ ടെക്നീഷ്യൻ. ഈ 3 പേരും ഉപ്പ ഇക്ബാലും ചേർന്നാണ് കാളപൂട്ട് കണ്ടങ്ങളിൽ ആവേശം വിതയ്ക്കുന്നത്. പിന്നെ ധൈര്യം വന്നു. ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത്. കാരണം വല്യപ്പ മുതൽ പാരമ്പര്യമായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ കന്നൂട്ടും കാളൂട്ടും കൃഷി അങ്ങനെ തുടങ്ങും. അങ്ങനെ പാടത്ത് ഞങ്ങളാനെ പണിക്കാരും ഉണ്ടാവും. ഞങ്ങളാനെ 3 ഉപ്പയും ഞങ്ങൾ 3 മക്കളും പിന്നെ എല്ലാവരും ബന്ധുക്കളും എല്ലാവരും ഓരൊക്കെ ഒന്നിച്ചാണ്ട് ഇറങ്ങും. പിന്നെ അങ്ങനെ അവിടുന്ന് നമ്മളെ കന്ന് പൂട്ടുമ്പോൾ ഒപ്പം പൂട്ടും. അങ്ങനെ പഠിച്ചതാണ് ഇവരൊക്കെ. അങ്ങനെ പിന്നെ കണ്ടത്ത് തൊളിച്ച് അങ്ങനെയാണ്ട് പഠിച്ചതാണ്. കാളപൂട്ടുണ്ട്. എങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും പ്രോത്സാഹനം, ഉമ്മ ഉപ്പ എല്ലാവരും എല്ലാവരും സഹകരണം, നാട്ടുകാരും ഒക്കെ എല്ലാവരും പ്രോത്സാഹനം നൽകും. ചെലവ് പറഞ്ഞ ചെലവ് തന്നെയാണ്. പിന്നെ അതൊരു ലഹരി. ഷബീർ അലിയുടെ പ്രകടനം കണ്ട് ആവേശം കയറിയ കാണികൾ കൈനിറയെ പണവും നൽകിയാണ് പ്രോത്സാഹിപ്പിച്ചത്. മത്സരത്തിൽ നിസാര പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഇവരുടെ പോത്തുകൾക്ക് സമ്മാനം നഷ്ടമായത്. എങ്കിലും മികച്ച പ്രകടനം നടത്തിയതിന്റെ പേരിൽ പ്രോത്സാഹന സമ്മാനം ഇവർക്ക് ലഭിച്ചു. കാർഷിക വൃത്തിയുടെ 7 അയലത്ത് പോലും വരാൻ മടിക്കുന്ന പുതുതലമുറയിൽപ്പെട്ടവർക്കും കൃഷിയും ഇത്തര കാർഷികാനുബന്ധ വിനോദങ്ങൾക്കുമൊന്നും സ്വന്തം മക്കളെ പോലും പ്രോത്സാഹിപ്പിക്കാത്ത കർഷകർക്കുമെല്ലാം ഷബീർ അലിയും കുടുംബവും ഒരു മാതൃകയാവുകയാണ്. AC നിസാർ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.